അപ്പം ഇന്നത്തെ നമ്മുടെ ദീപാവലി ആഘോഷം. ദീപാവലിന്റെ ഐതിഹ്യം പറയും. എന്താണ് ദീപാവലി? ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമാണിത്. പടക്കം പൊട്ടിക്കുകയും ചെയ്യുന്നു. പടക്കം ജെമിനി പറഞ്ഞ പോലെ ഞങ്ങൾ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ വിളക്കുകൾ വെച്ചു. പക്ഷെ നമുക്ക് പടക്കങ്ങളില്ല. പക്ഷെ അടുത്ത വീട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നൊരു ദീപാവലി ഡേ ആണ്. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അതിന് മുന്നേ ഞാൻ 2 ദീപാവലി സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 സ്വീറ്റ്സാണ്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി ഈവനിങ് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പാൽപ്പേടയാണ്. വളരെ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് ഉണ്ടാക്കാം. സ്റ്റൗ ഓണാക്കാതെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്താൽ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കിയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റൗ ഓണാക്കി കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ മുന്നേ ചേർത്തിട്ട് അത് കുറച്ച് എനിക്ക് അതിനേക്കാളും നല്ലത് ചേർക്കാത്തതെന്നാണ് തോന്നിയത്. അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10-15-20 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല തിക്കായി വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കളറൊക്കെ മാറാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് തണുത്തിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കാം. അപ്പോൾ വളരെ കുറച്ചെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് പല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. പിസ്തയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടായിരിക്കും. ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ബർഫിയാണ്. അപ്പോൾ ഇനി അതുണ്ടാക്കാം. അതും ഇതേപോലെ തന്നെയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി വീണ്ടും ഒരു പാൻ എടുക്കുന്നു. ഇതിലേക്ക് കടലപ്പൊടിയോ മൈദപ്പൊടിയോ എടുക്കാം. ഞാൻ ഇവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ നെയ്യ് ഒഴിക്കുന്നു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറച്ചധികം സമയം വേണേ, മറ്റതിൻ്റെ പോലെയല്ല. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം, ഇല്ലെങ്കിൽ ഈ മൈദപ്പൊടി മൊത്തം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ലോ ഫ്ലെയിമിലിട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അല്പം പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കിട്ടും. രണ്ടും ഏകദേശം ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് ഒരു മൗൾഡിലാക്കണം. പക്ഷെ നമുക്ക് പ്ലേറ്റിൽ ബട്ടർ തേച്ചിട്ട് അതിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഞാൻ പറയണ കേൾക്കണമെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സക്സസ്ഫുള്ളി രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. എന്തായാലും അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. എന്തായാലും അപ്പം ഇനി വൈകുന്നേരം കാണാം. വിളക്കൊക്കെ വെച്ച് നമുക്ക് എന്തായാലും ദീപാവലി ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. വെയിറ്റ് കാണിച്ചു തരാം. ചായ കുടിച്ചിട്ടിരിക്കാം. ഓക്കെ,
ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് വിളക്ക് വെക്കാം. ഓക്കെ, ഹായ്. ചിരാതുണ്ട്, അപ്പം നമുക്ക് വെക്കാം. മഴ മാറിയിട്ടില്ല അല്ലേ? നല്ല മഴ ഉണ്ട്. പുറത്ത് നല്ല മഴയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് എണ്ണയും തിരിയൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുവയ്ക്കാം. സത്യം പറഞ്ഞാൽ ഈ ദീപാവലി ഞങ്ങൾ വീട്ടിലാവുന്ന വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇതില് ഉണ്ടാവില്ലേ? അനന്തഭദ്രത്തിന്റെ ഡയലോഗ് എന്താ? അതന്നെ കാര്യമായിട്ട് വെച്ചെന്താ അനന്തഭദ്രത്തിൽ ഒരു ഡയലോഗില്ല അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ വെച്ചിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി വെക്കാം. ഒരു സൈഡിലും കൂടെ വെക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇതാണ് മൊത്തം വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ദീപാവലി സ്വീറ്റ്സ്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ദീപാവലി സ്വീറ്റ്സ് ആണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. നോക്കാം. ബർഫി, ഇത് പാൽപേട, ഇത് കഴിക്ക്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പിന്നെ ഓൾറെഡി ഫിറോസ് ഖാന്റെ അനിയന്. ടേസ്റ്റ് ഇല്ലേ? ദീപാവലി എനിക്ക് മാറ്റിയാൽ മതി. ഇതാണ് ടേസ്റ്റ് കൂടുതൽ, എനിക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സെലിബ്രേഷൻസ് ഒക്കെ ഞങ്ങള് കഴിഞ്ഞു. ദീപാവലിന്റെ ഐതിഹ്യം പറയും. എന്താണ് ദീപാവലി? പിന്നെ എന്താണ് ആഘോഷിക്കാൻ? എന്താണ് ദീപാവലി? ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമാണിത്. ഈ ദിവസം വീടുകളും തെരുവുകളും ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. പടക്കം പൊട്ടിക്കുകയും ചെയ്യുന്നു. പടക്കം, മധുരപലഹാരങ്ങളുണ്ട്. ജെമിനി പറഞ്ഞ പോലെ ഞങ്ങൾ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾ വിളക്കുകൾ വെച്ചു, വിളക്കുകൾ വെച്ചു. പക്ഷെ നമുക്ക് പടക്കങ്ങളില്ല. പക്ഷെ അടുത്ത വീട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദീപാവലി ആഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല, ചെറുതായിട്ട് ആഘോഷിച്ചു. എല്ലാ വർഷവും വിളക്ക് വെച്ച് നമ്മളങ്ങനെ കത്തിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണയും ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. പിന്നെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ സ്വീറ്റ്സ് ആണ് ഇന്ന്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്വന്തമായിട്ട് ദീപാവലിക്കൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഇനി അടുത്ത വർഷം ഇതേപോലെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.